ഗായ്സ്, ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ്. ആടെ കല്യാണം ഞങ്ങളുടെ ഫ്രണ്ടായ അഫിക്കുട്ടൻ്റെ ഇത്താൻ്റെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടെൻഷനേ ഉള്ളൂ, ഇട്ട പൊട്ട പൊളിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഓരോന്നത്തിനെ പെറുക്കിക്കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. ഓരോ വഴി എത്തുമ്പോഴും ഇങ്ങനെ പെറുക്കിക്കൂട്ടും. അത് ഷോനു ആസ് യൂഷ്വൽ പൂക്കിയാണ് അവൾ പൂക്കി. പിന്നെ ഇപ്പോൾ വേറെ രണ്ടെണ്ണത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ആ രണ്ടെണ്ണത്തെയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ നടക്കാൻ തുടങ്ങി. അവിടെ കണ്ണി കണ്ട പൂവെല്ലാം വലിച്ചു പറിച്ചിട്ടാണ് ഈ പിള്ളേർ വരുന്നത്. ഒട്ടും മെച്ചൂരിറ്റില്ല എന്ന് എന്ത് പറയാം. അങ്ങനെ പിന്നെ നമ്മൾ കണ്ടില്ലേ എത്ര പേരുണ്ട്. കുട്ടിപ്പെട്ടാളല്ല, കുറച്ച് വലിയ പെട്ടാളാണ്. പിന്നെ ഈ രണ്ട് കുട്ടികൾ, ഇത് ഒന്ന് സ്റ്റീക്കു മറ്റൊന്ന് അനന്യ. പിന്നെ ഇതാണ് നമ്മുടെ വലിയ കുരിപ്പ് ദാണ്ട ഉണ്ട് ഗായ്സ്. ആൻഡ് അതവളുടെ അനിയൻ രാമു. പിന്നെ നമ്മൾ ഹാളിൽ വെയിറ്റ് ചെയ്യാണ്. കല്യാണമൊക്കെ കണ്ട്, അതായത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, ബ്രൈഡിൻ്റെ എൻട്രിയൊക്കെ കണ്ട് പാരദൂഷണമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് കേക്ക് കട്ട് ചെയ്തു. ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലോടുന്ന ഒറ്റ കാര്യം, ഇത് നമുക്ക് കിട്ടും. പിന്നെ ബ്രൈറ്റാനെയും ആ ചേട്ടനെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുമിച്ച് they looked so good. Oh my god. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്ന് ഫുഡ് കഴിക്കാൻ വെച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് സ്ഥലം കിട്ടാൻ വേണ്ടി വെച്ചാണ്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ആ ബിരിയാണി ആസ്വദിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെല്ലെ സോന് കുട്ടുന്നതെല്ലാം എടുത്തിട്ടുണ്ട്. കുട്ടിക്കുന്ന ആളാണ്. പക്ഷെ അപ്പുറത്തിരിക്കുന്നതിന് നമുക്ക് നാണമൊന്നുമില്ല, അവർക്ക് നാണം വന്നില്ല. പിന്നെ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല കഴിക്കണത്. ഇവിടെ ഞാൻ എന്താ വേണ്ടേ കഴിക്കണൊക്കെ എടുത്തിട്ട് ഇത് നമ്മുടെ വലിയ കുരിപ്പ് ഷീ ലുക്ക് സോ പ്രിറ്റി. ആൻഡ് അവിടെ നമ്മൾ സ്റ്റേജിൻ്റെ പുറകിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്തിന് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ചെറിയ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അഫി നമുക്ക് കേക്ക് കൊണ്ടുവന്ന് തന്നു. പിന്നെ ഇങ്ങനെ ഓരോ പേര് കേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവരുടെ കുറച്ച് കുസൃതികൾ. അത് കഴിഞ്ഞ് കല്യാണത്തിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജയിച്ചു ബീച്ചിൽ പോകാമെന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ. അപ്പം നമ്മൾ ബീച്ചിൽ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ നടന്നാണോ ബീച്ചിൽ പോകുന്നത്? ഞങ്ങളെപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നടന്ന് പോയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, പരദൂഷണം പറഞ്ഞിട്ട്. അങ്ങനെ നടന്ന് അവസാനം കുറേ നടക്കാനുണ്ടായിരുന്നു. കുറച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്. ബട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു. എൻ്റെ കാലാണെങ്കിൽ പുതിയ ഹീലിട്ടിട്ട് വേദന എടുത്തിട്ട് പോയി. അങ്ങനെ ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എടുത്ത് കറക്കാൻ പറഞ്ഞു. കറക്കി. പിന്നെ ഇതാണ് സ്നേഹതീരം ബീച്ച്. 4 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ബീച്ചിലേക്ക് വരുന്നത് തന്നെ. കുറേ നാൾ ഞാൻ ബീച്ചിലേക്ക് വന്നിട്ട്. സ്നേഹതീരം. അപ്പം അത്രയുള്ള ഗൈസ്, ബൈ.